ഇപ്പം ഞാൻ ഈ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് തമിഴ്നാട്ടിലെ തെങ്കാശി റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തോട്ടുള്ള വഴി കൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ നാട്ടിൽ ഭയങ്കര മഴ. ഞാനിങ്ങോട്ട് വന്നപ്പോഴത്തേക്കും കൊല്ലം റെയിൽവേ സ്റ്റേഷനും പരിസരവും എല്ലാം കംപ്ലീറ്റ് മഴ കേട്ടോ, ഭയങ്കര മഴ. ആ ഒരു മഴയത്ത് നമ്മുടെ നാട്ടിൽ നിന്ന് മാറി തമിഴ്നാട്ടിലോട്ടൊന്ന് വരാമെന്ന് വിചാരിച്ച് ഇപ്പോഴത്തെ തെങ്കാശിയിലോട്ട് വന്നിരിക്കുക കേട്ടോ. എന്ന് വെച്ചാൽ ഈ തെങ്കാശി എന്ന് പറയുന്ന സ്ഥലത്ത് ഇവിടെയും മഴ തന്നെയാണ്, നമ്മുടെ നാട്ടിലെ ആ ഒരു കാലാവസ്ഥയോട് അടുത്തൊക്കെ വരും. കാര്യം തെങ്കാശി എന്ന് പറയുമ്പോഴത്തേക്കും കേരള തമിഴ്നാട് ബോർഡറിന് ചേർന്നുള്ളൊരു സ്ഥലമാണ് ഈ തെങ്കാശി എന്ന് പറയുന്ന സ്ഥലവും. അപ്പോഴേ തെങ്കാശി റെയിൽവേ സ്റ്റേഷൻ അടുത്ത് ഇങ്ങനെ ട്രെയിൻ ഇറങ്ങി നടന്ന് തെങ്കാശി പഴയ ബസ് സ്റ്റാൻഡിന് അടുത്തോട്ട് പോവുക. തെങ്കാശി പഴയ ബസ് സ്റ്റാൻഡിൽ നിന്ന് കുറ്റാലത്തോട്ട് ബസ്സുണ്ട്. പഴയ കുറ്റാലത്തോട്ടും ഉണ്ട്, പുതിയ കുറ്റാലത്തോട്ടും ഉണ്ട്. നമുക്ക് പഴയ കുറ്റാലത്തോട്ടോ അല്ലെങ്കിൽ പുതിയ കുറ്റാലത്തോട്ടോ പോവാം. അപ്പോഴേ ഞാനിങ്ങോട്ട് വന്നത്, ഞാൻ കൊല്ലത്തുനിന്നാണ് വന്നത്. കൊല്ലത്തുനിന്ന് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:20 ഒരു ട്രെയിനുണ്ട്. 16328 എന്ന് പറഞ്ഞ ട്രെയിൻ നമ്പറുള്ള ഒരു ട്രെയിനുണ്ട്. അത് ഗുരുവായൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിനാണ്. ഗുരുവായൂരിൽ നിന്ന് രാവിലെ 5:50 സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടി തൃശ്ശൂർ വഴി, എറണാകുളം വഴി, കോട്ടയം വഴി, കൊല്ലം വഴി, കൊട്ടാരക്കര വഴി, പുനലൂർ വഴി, തെങ്കാശി വഴി മധുരയ്ക്ക് പോകുന്ന ട്രെയിനാണ്. ഈ ട്രെയിൻ കൊല്ലത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഉച്ചയ്ക്ക് 12:20. അപ്പോഴാ 12:20 ട്രെയിനിൽ കയറിയിട്ട് തെങ്കാശിയിൽ വന്ന് ഇറങ്ങി. കൊല്ലത്തുനിന്ന് ഈ തെങ്കാശി വരെ വരുന്നതിന് ജനറൽ കമ്പാർട്ട്മെൻറ്റിന് ടിക്കറ്റ് ചാർജ് വെറും 50 രൂപയുള്ളൂ കേട്ടോ. ഇതിന് മുമ്പൊരു ട്രെയിനുണ്ട്, അത് 16102 എന്ന് പറഞ്ഞൊരു ട്രെയിനുണ്ട്. അത് നേരെ ചെന്നൈക്ക് പോകുന്ന ട്രെയിനാണ്. അതിൻ്റെ കാര്യമൊന്നും ഇവിടെ പറയേണ്ട കാര്യമില്ല, എന്നാലും ഞാൻ ഒന്ന് പറഞ്ഞതാ. ഞാൻ ഈ ട്രെയിനിൽ വന്ന കാര്യം എന്ന് വെച്ചാൽ ഇതിന് ഒരുപാട് ജനറൽ കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഏകദേശം ഒരു 8-9 ജനറൽ കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഇതിന് മുമ്പുള്ള 12 മണിക്കുള്ള ട്രെയിൻ എന്ന് പറയുമ്പോഴത്തേക്കും 2 ജനറൽ കമ്പാർട്ട്മെൻറ്റേ ഉള്ളൂ. അപ്പോഴതിൽ സീറ്റ് കിട്ടാൻ കുറച്ച് പാടായിരിക്കും. പക്ഷേ ഇതിലാകുമ്പോഴത്തേക്കും നമുക്ക് സ്വസ്ഥമായിട്ട് കാലും നീട്ടി ഇരുന്ന് വരാൻ പറ്റും കേട്ടോ. മൊബൈലൊക്കെ ചാർജ് ചെയ്തിട്ടിട്ട് നല്ലപോലെ യാത്ര ചെയ്ത് വരാൻ പറ്റും. അങ്ങനെ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഇതാ ഒരു വലിയ കാള, ദൈവം ഏതാ വരുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന അങ്ങനെ ഇങ്ങോട്ട് വന്ന റൂട്ടൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. നല്ല വലിയ മലനിരകളും ഈ ഒരു മഴ സീസൺ ആയതുകൊണ്ട് മലയിലെല്ലാം നല്ല കോടമഞ്ഞൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. മഴക്കോളിൻ്റെ ആ ഒരു മേഘമാണ് കാണുന്നത്, പക്ഷെ എന്നാലും നല്ല ഭംഗിയാണ് കേട്ടോ അതൊക്കെ കണ്ടിങ്ങനെ യാത്ര ചെയ്ത് വരാൻ. അപ്പോഴെന്തായാലും അങ്ങനെയൊക്കെ യാത്ര ചെയ്ത് വന്നിട്ട് ഇപ്പം എന്താ തെങ്കാശി ടൗണിലോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ നാട്ടിൽ മഴയാകുമ്പോഴത്തേക്കുവേ കുറ്റാലത്ത് നല്ല വെള്ളമായിരിക്കും. ആ കാഴ്ചയൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരാം. കുളിക്കാനൊന്നും സമ്മതിക്കത്തില്ല, ഒരുപാട് വെള്ളമായി കഴിഞ്ഞാലേ. നല്ല കാറ്റടിക്കുന്നുണ്ട് കേട്ടോ, ഭയങ്കര മഴക്കാറ്റടിക്കുന്നുണ്ട്. ഏത് നിമിഷം വേണമെങ്കിലും മഴ പെയ്യാം. അപ്പോഴേ ഉച്ചയ്ക്ക് 12:20 കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടി വൈകുന്നേരം 4 മണിയാകുമ്പോഴത്തേക്കും തെങ്കാശി റെയിൽവേ സ്റ്റേഷനിലെത്തും. അങ്ങനെ തെങ്കാശി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 800 മീറ്ററേ ഉള്ളൂ തെങ്കാശി പഴയ ബസ് സ്റ്റാൻഡിലോട്ട്. തെങ്കാശി പഴയ ബസ് സ്റ്റാൻഡിൽ നിന്ന് പുതിയ കുറ്റാലത്തിലോട്ട് 5 കിലോമീറ്ററും പഴയ കുറ്റാലത്തിലോട്ട് 10 കിലോമീറ്ററും. അപ്പോൾ ഏതെങ്കിലും കുറ്റാലത്തിലോട്ട് നമുക്ക് പോവാം. അങ്ങനെ നമ്മൾ നടന്ന് തെങ്കാശി പഴയ ബസ് സ്റ്റാൻഡിലോട്ട് എത്തിയിരിക്കുക കേട്ടോ. ആ ബസ് ഇറങ്ങി വരുന്നതാണ് തെങ്കാശി പഴയ ബസ് സ്റ്റാൻഡ്. ഇവിടുന്ന് കുറ്റാലത്തിലോട്ടുള്ള ബസ് നമുക്ക് നോക്കാം. നല്ല കാറ്റടിക്കുന്നുണ്ട്, നല്ല കാറ്റ്. ഇതാ കണ്ടില്ലേ, മരങ്ങളെല്ലാം കാറ്റടിച്ച്. ഈ ബസ് വടകര എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകുന്ന കേട്ടോ. നമ്മുടെ കേരളത്തിലും ഉണ്ടല്ലോ ഒരു വടകര, ഇത് വടകരൈ. ഈ ബസ് തെങ്കാശി പുതിയ ബസ് സ്റ്റാൻഡിലോട്ട് പോകുന്ന ബസ്സാണ്. അങ്ങനെ ഞാൻ ഈ ബസ് സ്റ്റാൻഡിൽ സ്റ്റേഷൻ മാസ്റ്ററോട് ചോദിച്ചു കേട്ടോ, കുറ്റാലത്തിലോട്ട് പോകാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ബസ്സെന്ന്. എന്ന് പറയുമ്പോൾ പഴയ കുറ്റാലത്തിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഈ ബസ്സിൽ കയറിയിട്ട് പുതിയ കുറ്റാലത്തിൽ പോകണം. ഞാൻ പറഞ്ഞില്ലേ വടകര എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്ന ബസ്. ഇതിൽ കയറിയിട്ട് പുതിയ കുറ്റാലത്തിലോട്ട് പോയിട്ട് പുതിയ കുറ്റാലത്തിൽ നിന്ന് ഓട്ടോ വിളിച്ച് വേണം പഴയ കുറ്റാലത്തിലോട്ട് പോകാൻ. അപ്പോഴെന്തായാലും നമുക്ക് ആദ്യം പുതിയ കുറ്റാലത്തിലോട്ട് പോകാം. എന്താ ഇപ്പോഴത്തെ അവസ്ഥ എന്നൊക്കെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം. ഇതാ സ്പീക്കറിൽ പാട്ടൊക്കെ ഇട്ടിരിക്കുവാണ്. അങ്ങനെ നമ്മൾ തെങ്കാശി പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും ഒരു 5 കിലോമീറ്റർ സഞ്ചരിച്ച് വന്നതിന് ശേഷം ഇപ്പം കുറ്റാലം ബസ് സ്റ്റാൻഡിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുക. ഈ കാണുന്നതാ കുറ്റാലം ബസ് സ്റ്റാൻഡ്. തെങ്കാശി പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും ഈ കുറ്റാലം വരെ വരുന്നതിന് ബസ് ടിക്കറ്റ് ചാർജ് 10 രൂപയാണ്. അങ്ങനെ നമ്മൾ നടന്ന് കുറ്റാലം അരുവിയിലോട്ട് കയറുന്നതിന് ഫ്രണ്ടിൽ വന്നിരിക്കുകയാണ്. ഇവിടെ കുറ്റാലത്ത് ഇപ്പോഴും കുളിക്കാൻ അനുമതിയില്ല, അതുകൊണ്ടാണ് ഇപ്പം വണ്ടികളൊന്നും ഇല്ലാത്തത്. അനുമതി ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെയൊക്കെ കംപ്ലീറ്റ് വണ്ടികളും കടകളും കച്ചവടങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോഴ് അനുമതി ഇല്ലാത്തതുകൊണ്ട് കംപ്ലീറ്റ് സൈലൻ്റ് ആയിട്ട് കിടക്കുവാണ്. അങ്ങനെ നമ്മൾ ആർച്ചിനകത്തോട്ട് നടന്ന് കുറ്റാലത്തോട്ട് നടന്നു പോകുന്ന വഴിക്കെല്ലാം എന്താ നോക്കേ, വളരെ നിശബ്ദമായി കിടക്കുക. സാധാരണ ഇങ്ങനെ കുറ്റാലം കാണാൻ പറ്റത്തില്ല, എപ്പോഴും ആൾക്കാരും ബഹളമൊക്കെ ആയിരിക്കും. പക്ഷേ ഇപ്പോഴ് നിശബ്ദത. കുളിക്കാൻ അനുമതി ഇല്ലാത്തത് കൊണ്ടേ കടകളിലെല്ലാം കച്ചവടങ്ങൾ ഡള്ളാണ്. ഇതാ കണ്ടില്ലേ, വലിയ കച്ചവടങ്ങളൊന്നുമില്ല. കാര്യം ആൾക്കാർ വരുന്നില്ല. ഇവിടെ ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞത് തമിഴ് പത്രത്തിലുണ്ടായിരുന്നെന്നാണ് പറഞ്ഞത് കുറ്റാലത്തിൽ കുളിക്കാൻ പാടില്ല എന്ന്. ഇതിപ്പോഴും ഞാൻ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പുതിയ കുറ്റാലത്തിലോട്ടാണ്. പഴയ കുറ്റാലത്തിൽ കുറച്ച് ദിവസം മുമ്പ് 17 വയസ്സുള്ളൊരു പയ്യൻ വെള്ളത്തിൽ പോയായിരുന്നു കേട്ടോ. അപ്പോഴതുകൊണ്ട് ഈ ഒരു മഴ സമയത്ത് കുറച്ച് ദിവസത്തേക്ക് കുറ്റാലത്തിലോട്ട് കുളിക്കാൻ അനുമതിയില്ല. ഇതാ കണ്ടില്ലേ, ഇവിടെ ബാരിക്കേഡെല്ലാം വെച്ച് മറച്ചിരിക്കുവാണ്. അതിനപ്പുറത്തോട്ട് പോകാൻ പാടില്ല.
പക്ഷേ ഒരുപാട് വെള്ളമൊന്നും ഇല്ല കേട്ടോ. പക്ഷേ പെട്ടെന്ന് വെള്ളം കൂടി വരാൻ സാധ്യതയുണ്ട്. മഴ സമയം ആയതുകൊണ്ടേ മിന്നൽ പ്രളയം എന്നൊക്കെയാണ് പറയുന്നത്. പഴയ കുറ്റാലത്തും അതാ സംഭവിച്ചത്. ഇതേപോലെ വെള്ളം കുറവായിരുന്നു, പെട്ടെന്ന് വെള്ളം ഇരച്ചു കയറി വന്നു. അങ്ങനെ കുളിച്ചുകൊണ്ട് നിന്ന ഒരു പയ്യൻ വെള്ളത്തിൽ പോയി. പെട്ടെന്ന് വെള്ളം വരുമ്പോഴത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ഇങ്ങോട്ട് വന്നു കേട്ടോ. കടകൾ നിൽക്കുന്ന പരിസരത്തോട്ട് വന്നു. 10 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചിരിക്കുന്ന കണ്ടില്ലേ. സാധാരണ തിരക്കുള്ള ദിവസങ്ങളിൽ 10 രൂപ 20 രൂപ അങ്ങനെയൊക്കെ പറഞ്ഞ് അനൗൺസ് ചെയ്യാറുണ്ട്. ഇന്ന് പക്ഷേ അനൗൺസ്മെൻ്റ് ഒന്നും ഇല്ല. കടകളെല്ലാം ശാന്തമായിട്ട് കിടക്കുവാണ്. ദാ ഇവിടെ ഒരു TVS 50-ക്കകത്ത് ജാമ്പയ്ക്ക വെച്ചിരിക്കുന്നതൊക്കെ വലിയ ജാമ്പയ്ക്ക കിലോ 150 രൂപയാണ്. ഞാനൊരു 20 രൂപയ്ക്ക് മേടിച്ചു കേട്ടോ. തൽക്കാലം ടേസ്റ്റ് നോക്കാൻ വേണ്ടി മേടിച്ചതാണ്. 3 എണ്ണം എടുത്തോളാൻ പറഞ്ഞു 20 രൂപയ്ക്ക്. ഓക്കെ ഓക്കെ. മഴ നനഞ്ഞിരിക്കുക കേട്ടോ. ചെറിയ ചാമ്പയുടെ ആ ഒരു പുളിയൊന്നുമില്ല. എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടത് നമ്മുടെ നാട്ടിലെ ചെറിയ ചാമ്പയാണ്. ഇത് കൊള്ളത്തില്ലെന്നല്ല, കൊള്ളാം. അപ്പോൾ എന്തായാലും നമുക്കിതാ ഈ ഒരു വഴി കൂടെ ഒക്കെ താഴോട്ടൊന്ന് പോയിട്ട് വരാം. ഇവിടെ കുറ്റാലത്തൊരു അമ്പലമൊക്കെ ഉണ്ട്. അതിൻ്റെ പരിസരമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വരാം. കുറ്റാലത്ത് വീഴുന്ന വെള്ളം ഒഴുകി വരുന്ന കണ്ടില്ലേ. എന്തായാലും നമുക്കേ നമ്മൾ അപ്പുറത്തെ സൈഡിൽ നിന്നാണ് കുറ്റാലം നോക്കിയത്, വെള്ളച്ചാട്ടം നോക്കിയത്. ഇതുവഴി കൂടെ പോകുമ്പോഴത്തേക്കും കുറച്ചും കൂടെ നല്ലൊരു വ്യൂ കിട്ടും. അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട്, അതുവഴി കൂടെ പോകുമ്പോഴത്തേക്കും നല്ലൊരു വ്യൂ കിട്ടും. ഇതാ കണ്ടില്ലേ, ഇവിടെ ഒരു കൽമണ്ഡപം എല്ലാം ഉണ്ട്. അവിടെയൊക്കെ ഇരുന്ന് ഓരോരുത്തർ റെസ്റ്റ് എടുക്കുന്നുണ്ട്. ഇതാ കണ്ടില്ലേ, ഇവിടെയൊക്കെ കയറി ഇരിക്കാം, ഇരുന്ന് റെസ്റ്റ് എടുക്കാം. ഈ കാണുന്നതാണ് കുറ്റാലം അമ്പലം. സാധാരണ നമ്മൾ തമിഴ്നാട്ടിൽ കാണുന്ന വലിയ ഗോപുരമുള്ള അമ്പലമൊന്നുമല്ല, വേറൊരു ടൈപ്പ് അമ്പലമാണ്. ഇവിടെയൊക്കെ ആയിട്ട് ചെരുപ്പൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഇത് അമ്പലത്തിൽ കയറിയിട്ട് നേർച്ചയൊക്കെ കഴിഞ്ഞിട്ട് വരുന്നവരാ. കുരങ്ങിരുന്ന് ആ ഗേറ്റ് ആട്ടുന്നത് നോക്കേ. ഇവിടെ കുറ്റാലത്ത് ഇഷ്ടം പോലെ കുരങ്ങുകളെ കാണാം. ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഇവിടെ വരുമ്പോഴത്തേക്കുമാണ് ശരിക്കുള്ളൊരു വ്യൂ കിട്ടുന്നതെന്ന്. നമ്മൾ നേരത്തെ അപ്പുറത്തെ സൈഡിൽ നിന്നാണ് നോക്കിയത്. ഈ സൈഡിൽ വരുമ്പോഴത്തേക്കുമാണ് കുറ്റാലത്തിൻ്റെ ശരിക്കുള്ളൊരു വ്യൂ കിട്ടുന്നത്. അങ്ങനെ നമ്മൾ ആ ഭാഗത്തുനിന്ന് തിരിച്ചിങ്ങനെ നടന്നു വന്നപ്പോഴത്തേക്കും ഇവിടെ ആയിട്ട് പൈനാപ്പിൾ വെച്ചിട്ട് നിൽപ്പുണ്ട്. കണ്ടിട്ട് നല്ല ഫ്രഷ് പൈനാപ്പിൾ പോലെ തോന്നുന്നു കേട്ടോ. കഴിക്കാൻ തോന്നുന്നുണ്ട്. എത്രയായത് പൈനാപ്പിൾ? മാങ്ങ വേണ്ട, പൈനാപ്പിൾ മതി. 20 രൂപയുടെ പൈനാപ്പിൾ മേടിച്ച് കഴിക്കാമെന്ന് വിചാരിക്കുവാണ്. പൊടി വേണ്ട. ഇതാ കണ്ടില്ലേ പൈനാപ്പിൾ എല്ലാം ഇരിക്കുന്നത്. വലിയ നല്ല പഴുത്ത പൈനാപ്പിൾ. മുളക് പൊടിയും ഉപ്പും ഇടാൻ വേണ്ടി പോയി. ഞാൻ പിന്നെ വിചാരിച്ചു അത് വേണ്ട, ഇടണ്ടെന്ന് വിചാരിച്ചു. കൊള്ളാം, നല്ല മധുരമുണ്ട്. ഇവിടെ കണ്ടില്ലേ നെയ്യ് അലുവ എന്ന് പറഞ്ഞ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. തിരുനെൽവേലി അലുവ പോലത്തെ പാക്കറ്റിലാക്കി വെച്ചിരിക്കുവാണ്. 70 രൂപ, 1/4 കിലോ 70 രൂപയാണ്. ഇവിടെയൊക്കെ ആയിട്ടുള്ള എല്ലാ കടകളും അവധിയാണെങ്കിലും ചിപ്സ് കടയൊക്കെ ഓപ്പണാണ് കേട്ടോ. ചിപ്സിനൊക്കെ എപ്പോഴും കച്ചവടം ഉണ്ട്. അങ്ങനത്തെ ഇവിടെ കണ്ടില്ലേ ചിപ്സൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുവാണ്. കച്ചവടങ്ങളൊക്കെ കുറവാണെങ്കിലും അവർ അവരുടേതായ പ്രിപ്പറേഷൻസൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അല്ലാത്ത കടകളെല്ലാം അവധിയാണ്. ഹർത്താൽ പോലുണ്ട് കണ്ടില്ലേ, എല്ലാം ഷട്ടറിട്ടിരിക്കുക. ഇങ്ങനെ നടന്ന് വന്നപ്പോഴത്തേക്കും ഇവിടെ ആയിട്ട് നോക്കേ ഒരു പഴയ ഒരു ബാർബർ ഷോപ്പ്. തനി നാടൻ സ്റ്റൈല്, കറങ്ങുന്ന കസേരയൊക്കെ ആയിട്ടെ കൊള്ളാം. ഇവിടെയൊക്കെ ആയിട്ട് ലോഡ്ജൊക്കെ ഉണ്ട് കേട്ടോ. ഞാനിങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ട് പോയപ്പോഴത്തേക്കും കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങോട്ട് വന്ന് എൻ്റെ അടുത്ത് സംസാരിച്ചായിരുന്നു. ലോഡ്ജ് വേണോ മുറി വേണോ എന്നൊക്കെ ചോദിച്ചിട്ടെ. കാര്യം ഓഫ് സീസൺ ആയതുകൊണ്ട് റൂം എടുക്കാനൊന്നും ആരുമില്ല, ഇതെല്ലാം ലോഡ്ജുകളാണ്. അങ്ങനെ ഞാൻ കുറ്റാലത്തുനിന്ന് അകത്തോട്ട് കയറിയ വഴി കൂടെ അല്ല പുറത്തോട്ടിറങ്ങിയത്, വേറൊരു വഴി കൂടെ കറങ്ങി തിരിഞ്ഞ് പുറത്തോട്ടിറങ്ങി വന്ന് നിൽക്കുവാണ്. ഞാൻ ഈ കുറ്റാലം എന്ന് പറഞ്ഞ സ്ഥലത്ത് റൂം എടുക്കുന്നില്ല. ഇനി ഇവിടെ നിന്ന് തിരിച്ച് ബസ്സിൽ കയറി നാട്ടിൽ പോയാലോ അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും റൂം എടുത്ത് തങ്ങണം. ഇവിടെ ഈ കുറ്റാലം പരിസരത്തൊക്കെ റൂം കിട്ടും, ചീപ്പായിട്ട് റൂം കിട്ടും. പക്ഷേ ഞാൻ കുറ്റാലത്ത് റൂം എടുക്കുന്നില്ല. കാര്യം ഇവിടെ കുറ്റാലം ഓഫ് സീസൺ ആയതുകൊണ്ട് കടകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്, പക്ഷേ എന്നാലും അത്ര ആക്റ്റീവ് അല്ല. അതുകൊണ്ട് ഞാൻ തെങ്കാശി പഴയ ബസ് സ്റ്റാൻഡിനടുത്തോ പുതിയ ബസ് സ്റ്റാൻഡിനടുത്തോ പോയി റൂം എടുക്കാമെന്ന് വിചാരിക്കുവാണ്. ഇവിടെ ടൗണിൻ്റെ ആ ഒരു വൈബില്ല. പട്ടിണി കിടന്നാലും പട്ടണത്തിൽ കിടക്കണമെന്നല്ലേ പറയുന്നത്. അങ്ങനെ നമ്മൾ കുറ്റാലവും പരിസരവും എല്ലാം കറങ്ങി നടന്നിട്ട് തെങ്കാശി പഴയ ബസ് സ്റ്റാൻഡിനടുത്ത് തന്നെ റൂം എടുത്തു കേട്ടോ. 600 രൂപയായിരുന്നു സിംഗിൾ റൂമിന് ചാർജ്. നല്ല നീറ്റായിട്ടുള്ള റൂമാണ് കേട്ടോ. ഇത് രാജപാളയത്തോട്ട് പോകുന്ന ബസ്സാണ്. അപ്പോഴെന്തായാലും നമുക്കേ ഈ ഒരു തെങ്കാശി പഴയ ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്ത് അത്യാവശ്യം കടകളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു മാർക്കറ്റുണ്ട്. ഇതുവഴി കൂടെയൊക്കെ ഒന്ന് നടക്കാം. ഇത്രയും കടകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലുമേ ഭയങ്കര ബഹളമോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. സൈലൻ്റ് ആയിട്ടുള്ളൊരു സ്ട്രീറ്റാണ്.
സാധാരണ മധുരയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ബഹളവും വണ്ടിയുടെ ഹോണടിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഇവിടെ അങ്ങനെ വലിയ ശബ്ദങ്ങളൊന്നുമില്ല. ഇത് ഇവിടെ ആയിട്ട് തുണിക്കടകളും അങ്ങനത്തെ കടകളൊക്കെ കൂടുതലായിട്ടുള്ളൊരു സ്ട്രീറ്റാണ് കേട്ടോ. ഈ കാണുന്നതെല്ലാം തുണിക്കടകളാണ്. ഇതാ കണ്ടില്ല, ഇവിടെ എല്ലാം ഉണ്ട്. ഓപ്പോസിറ്റ് സൈഡായിട്ടെല്ലാം തുണിക്കടകളുണ്ട്. ഇവിടെ ഒരു ഹോം അപ്ലയൻസ് കടയാണ്. ഫ്രിഡ്ജ്, TV അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന കടയാണ്. ഇവിടെ ആയിട്ട് 3 ടാപ്സ് 500 രൂപ എന്ന് എഴുതിയിട്ടുണ്ട്. 3 ടോപ്പുകൾ 500 രൂപ. ഇതിങ്ങനെ നടന്നു വന്നപ്പോഴത്തേക്കും ഇവിടെ മുറുക്ക് ചെയ്യുന്നു കേട്ടോ. ഈ ഒരു കടയിൽ മുറുക്ക് എണ്ണയിൽ കിടന്ന് തിളയ്ക്കുക. 50 രൂപ 70 രൂപ. ഇത് 50 രൂപയുടെ പാക്കറ്റാണോ? ഇത് 50 രൂപയുടെ പാക്കറ്റാണ്. 70 ഏതാ? 70. ഇത് 70 രൂപ. ഇത് ഇവിടെയൊക്കെ ആയിട്ട് കൊച്ചുകുട്ടികളുടെ ഡ്രസ്സുകളൊക്കെയാണ്. 50 മട്ടുമേ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് 100 രൂപ. എന്താണെന്ന് അറിയാൻ വയ്യ. അകത്തോട്ട് കയറി ചെല്ലുമ്പോഴത്തേക്കും ചിലപ്പം റേറ്റിന് വ്യത്യാസം വരും. പുറമേ നമ്മൾ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്റ്റിക്കറൊക്കെ എഴുതി ഒട്ടിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞില്ലായിരുന്നോ സൈലൻ്റ് ആയിട്ടുണ്ടെന്ന്. പക്ഷേ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും അത്യാവശ്യം ബഹളമാണ് കേട്ടോ. ഇതുവഴിയാണ് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുന്നത്. ഇവിടെ സൈലൻ്റ് ആയ കാര്യമെന്ന് വെച്ചാൽ ഇതുവഴി അങ്ങനെ വലുതായിട്ട് വണ്ടി പോകുന്നില്ല. ഇവിടെ ആയിട്ടൊരു ചായക്കട. ചായക്കടയുടെ ഫ്രണ്ടിൽ നല്ല തിരക്കുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് ഇതുവഴി കൂടെയൊക്കെ വെറുതെ ഒന്ന് നടക്കാം. ഇവിടെ ആയിട്ടൊരു മെൻസ് വെയറിൽ നോക്കേ, ചെക്ക് ഷർട്ടുകൾ കണ്ടില്ലേ? പലതരം ചെക്ക് ഷർട്ടുകൾ. അതിനകത്ത് ഇതാ നോക്കേ, ചെറിയ എന്തോനെ പറയുന്നത്, ടെഡി ബിയറോ ആ സംഗതിയൊക്കെ ഉണ്ട്. ഇത് എന്നാ ട്രെൻഡായത്? പേരെന്നാ? പോപ്കോൺ എന്നാട്ടോ ഇതിൻ്റെ മോഡലിൻ്റെ പേര്. ഇപ്പോഴിവിടെ കുറേ കടകളിൽ നിരത്തി ഇട്ടിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് ഷർട്ട് പ്രൈസ് എവ്വളോ? 645 രൂപയാണ്. ഓ, ഡിസ്പ്ലേ ഇങ്ങനെ ഇട്ടിരിക്കുവാണ്. വേറെ അവിടെ ഒരുപാടുണ്ടല്ലേ? ഇത് നമ്മളോட കടയാ? ഓക്കെ. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ കട. എന്താ പേര്? അഹമ്മദ് ഇബ്രാഹിം. ഓക്കെ. ഇവിടെ ആയിട്ട് ചെറിയൊരു പച്ചക്കറി കട. അപ്പോഴവിടെ ആയിട്ട് നല്ല കളർഫുള്ളായിട്ട് ക്യാപ്സിക്കം ഇരിപ്പുണ്ട്. സാധാരണ സൂപ്പർ മാർക്കറ്റിലെല്ലാം ഇപ്പിടി കളറായിരിക്കും. നല്ലതായിരിക്കും. അങ്ങനെ നമ്മൾ കുറച്ച് വഴികളിൽ കൂടെ ഒക്കെ നടന്ന് വന്നിട്ട് ഇപ്പം തെങ്കാശി അമ്പലത്തിനടുത്ത് വന്നു കേട്ടോ. തെങ്കാശി കാശി വിശ്വനാഥ ക്ഷേത്രത്തിനടുത്ത് വന്നിരിക്കുവാണ്. അതിന് പരിസരത്തായിട്ടൊക്കെ അമ്പലമായിട്ട് ബന്ധപ്പെട്ട കച്ചവടങ്ങളാണ്. ഇതാ കണ്ടില്ലേ, തേങ്ങയും പിന്നെ ദക്ഷിണ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വെറ്റയൊക്കെ ഉണ്ട്. പിന്നെ അമ്പലത്തിൽ കൊടുക്കുന്ന വാഴക്കൊലയെല്ലാം ഉണ്ട്. തുലാഭാരത്തിന് വേണ്ടിയിട്ടൊക്കെ ഉള്ള ആയിരിക്കാം. അവിടെ ആയിട്ട് കാണുന്നതാ ഗോപുരം. പക്ഷേ രാത്രി ആയതുകൊണ്ട് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല. ഗോപുരത്തിൻ്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. കുറച്ച് നാളും കൂടെ കഴിയുമ്പോഴത്തേക്കും വർക്കെല്ലാം കംപ്ലീറ്റ് ആയിട്ട് സ്പോട്ട് ലൈറ്റ് ഒക്കെ ഇടും. അപ്പോൾ നല്ല വൃത്തിയായിട്ട് കാണാൻ പറ്റും. പക്ഷേ ഇപ്പോഴും നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല. അങ്ങനെ നമ്മൾ നടന്നതാ അമ്പലത്തിൻ്റെ ഗോപുരത്തിനടുത്തെത്തി. അതിൻ്റെ ഫ്രണ്ടിലായിട്ടൊക്കെ കച്ചവടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പലതരം കച്ചവടങ്ങൾ. നെല്ലിക്കെല്ലാം വെച്ചിരിക്കുന്ന കണ്ടില്ലേ? ചെറിയൊരു TVSൻ്റെ സ്കൂട്ടറിനകത്ത് വെച്ചിരിക്കുക. ഇവിടെയൊക്കെ ആയിട്ട് കുക്കുമ്പറെല്ലാം വെച്ചിട്ടുണ്ട്. ഞാവൽപ്പഴം, ഞാറക്ക എന്ന് പറയും. അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ട്. ഇവിടെ ചക്കയെല്ലാം ഇളക്കി വെച്ചിരിക്കുക കേട്ടോ. നല്ല മണം ചക്കയുടെ. നല്ല പഴുത്ത ചക്ക 1 കിലോ 50 രൂപയാണ്. അമ്പലത്തിൻ്റെ ഗോപുരത്തിൻ്റെ സൈഡിലായിട്ട് കുറച്ചധികം പൂക്കടകളെല്ലാം ഉണ്ട് കേട്ടോ. അവിടെ എല്ലാം പൂകെട്ടലെല്ലാം കാര്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുവാണ്. നൈറ്റ് ടൈമിലും സെയിൽ നടക്കും അല്ലേ? നൈറ്റ് എത്ര മണി വരെ ഇരിക്കും പൂക്കട കച്ചവടമെല്ലാം? 6 മണിക്ക് ഓപ്പൺ ആവും, 10 മണിക്ക് ക്ലോസ് പണി കിട്ടും. അങ്ങനെ എന്തായാലും ഇതുവഴി കൂടെ കാറ്റൊക്കെ കൊണ്ടിങ്ങനെ നടക്കാനൊരു പ്രത്യേക രസമുണ്ട്. അപ്പോഴെന്തായാലും ഞാൻ വെറുതെ ഒന്ന് ഇറങ്ങിയതാ. റൂം എടുത്തിട്ട് റൂമിൽ തന്നെ ഇരിക്കാതെ പുറത്തോട്ടൊന്ന് ഇറങ്ങിയതാ. കുറച്ച് സമയം ഇതുവഴിയൊക്കെ ഒന്ന് നടന്നു. ഇനിയിപ്പം നമുക്ക് റൂമിലോട്ട് തന്നെ പോവാം. എന്നിട്ട് പിറ്റേന്ന് രാവിലെ ഇറങ്ങാം. ഗുഡ് മോർണിംഗ്. അങ്ങനെ പിറ്റേ ദിവസമായി. തെങ്കാശി അമ്പലത്തിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു ചെറിയൊരു റെസ്റ്റോറൻ്റ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് പൂരി മസാല കഴിച്ചു കേട്ടോ. കൊള്ളായിരുന്നു. ഒരു സെറ്റ് പൂരിക്ക് 30 രൂപ. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ട് വന്നപ്പോഴത്തേക്കും ഇവിടെ ആയിട്ട് ഒരു സൈക്കിളിൽ മാങ്ങ വെച്ചിരിക്കുന്നത് കണ്ടില്ലേ കച്ചവടത്തിന്? അത് കൊള്ളാം അല്ലേ? ചെറിയൊരു ത്രാസൊക്കെ ആയിട്ട് എന്തായാലും കൊള്ളാം. ഇപ്പം സമയം രാവിലെ 9:30 ആയിട്ടുണ്ട്. അപ്പോഴത്തന്നെ കച്ചവടങ്ങളെല്ലാം ഒരുവിധം ആക്റ്റീവായി വരുന്നു കേട്ടോ. ഒരു TVS 50-കകത്തെ ഗ്യാസ് കുറ്റി, അതേപോലത്തെ വേറൊരു TVS 50-കകത്ത് TVS 50 അല്ല, ഇപ്പോഴേ TVS 100 ആയി. കണ്ടില്ലേ വലിയ മാങ്ങ, പെരിയ മാങ്ങ. ഒരു മാങ്ങ തന്നെ ഏകദേശം 3/4 കിലോളം വരും. എന്താ മാങ്ങയ്ക്ക് ഇനം പേരെണ്ണമ്മ? സപ്പോട്ട, പനിനുള്ളി. ഓ, സപ്പോട്ട പനിനുള്ളി എന്നാ ഈ ഇനത്തിൻ്റെ പേര് കേട്ടോ ഇവിടെ പറയുന്നത്. ഒട്ടുകായ്.
ഒട്ടുകായ ഏതാ ഇതാ? ഓ, ഒട്ടുകായൊക്കെ ഉണ്ട്. അങ്ങനെ ഓരോരോ ഇനങ്ങളുണ്ട് കേട്ടോ. പെരുസായിരിക്കും അല്ലേ? ഇത് കിലോ 150. ശരിക്കമ്മ. ഇതാ കണ്ടില്ല, ഇവിടെ ചക്കയൊക്കെ കൊണ്ടുവരുന്ന കണ്ടില്ലേ? ഇന്നലെ രാത്രി കണ്ടില്ലായിരുന്നോ പഴുത്ത ചക്കയുടെ ഒക്കെ കച്ചവടം? അതൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. ഫ്രൂട്ട്സൊക്കെ എടുത്ത് വെളിയിൽ വെക്കുക കടയുടെ. ഇതാ ഇവിടെ ആയിട്ട് ഒരു മണ്ഡപം കേട്ടോ. മണ്ഡപത്തിനകത്തായിട്ട് കച്ചവടങ്ങൾ, പാത്രത്തിൻ്റെയൊക്കെ കച്ചവടമാണ്. തുടങ്ങുന്നതേ ഉള്ളൂ. അതെന്തായാലും കൊള്ളാം അല്ലേ? സാധാരണ ഇതേപോലത്തെ വലകളിലൊക്കെ കാണുന്ന മണ്ഡപങ്ങളിൽ പ്രായമുള്ള ആൾക്കാരെല്ലാം മുറുക്കാനും തുപ്പിക്കൊണ്ടിരിക്കുന്നത് കാണാം. പക്ഷേ ഇവിടെ ഒരു കച്ചവടത്തിന് വേണ്ടി അത് ഉപയോഗിക്കുന്നുണ്ട്. അതെന്തായാലും നല്ല കാര്യമായിട്ട് തോന്നി. അങ്ങനെ നമ്മളിങ്ങനെ നടന്ന് വരുമ്പോഴത്തേക്കും കടകളും കാര്യങ്ങളും എല്ലാം ആക്റ്റീവായി തുടങ്ങി കേട്ടോ. ഇവിടെ ഒരു ചെറിയൊരു കട നോക്കേ, ഒരു കുഞ്ഞു തുണിക്കട. അതിൽ യൂണിഫോമും എല്ലാം ഉണ്ട് കേട്ടോ. തോർത്തും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാശി വിശ്വനാഥ അമ്പലത്തിൻ്റെ അടുത്തോട്ട് പോയത് കേട്ടോ. അവിടെ നല്ല ഭൂരിയും കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. മുമ്പേ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് തെങ്കാശി പഴയ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തോട്ടാണ്. നമുക്ക് നോക്കാം, തെങ്കാശി പഴയ ബസ് സ്റ്റാൻഡിൽ പോയിട്ടേ അവിടെ പോയിട്ട് നമുക്ക് നോക്കാം ഏതെങ്കിലും റൂട്ടിലോട്ടുള്ളൊരു ബസ്സിൽ കയറിയിട്ടേ എങ്ങോട്ടെങ്കിലുമൊക്കെ ഒന്ന് പോയിട്ട് വരാം. അങ്ങനെ ഇന്നലെ രാത്രി ഞാൻ ഇവിടുന്ന് ചപ്പാത്തിയും കുറുമയും മേടിച്ചായിരുന്നു കേട്ടോ. 5 ചപ്പാത്തിയും കുറുമയും കൂടെ ചേർത്ത് 40 രൂപയായുള്ളൂ. കുറുമയുടെ പാക്കിംഗ് ഒക്കെ പക്കയായിരുന്നു കേട്ടോ. പ്ലാസ്റ്റിക് ബോക്സിനകത്താക്കിയിട്ട് നല്ല നീറ്റായിട്ടാണ് തന്നത്. സത്യത്തിൽ നല്ല വലിയ വെജിറ്റേറിയൻ ഹോട്ടലിൽ നിന്ന് പാഴ്സൽ മേടിച്ചാൽ പോലും ഇത്ര നീറ്റായിട്ട് കിട്ടത്തില്ല. ഈ കാണുന്നത് തെങ്കാശി പഴയ ബസ് സ്റ്റാൻഡ്. അപ്പോഴതിന് ഓപ്പോസിറ്റായിട്ട് ഇവിടെയാണ് ആ കട ഉണ്ടായിരുന്നത് കേട്ടോ. മുത്തു മെസ്. ഈ തെങ്കാശി ബസ് സ്റ്റാൻഡിന് അടുത്ത് തന്നെ ഞാൻ തങ്ങിയ റൂമും ഉള്ളത് കേട്ടോ. നല്ല റൂമായിരുന്നു. ആ ലോഡ്ജിൻ്റെ പേര് കുമരൻ ലോഡ്ജ്. അപ്പോഴെന്തായാലും നമുക്ക് ബസ് സ്റ്റാൻഡിനകത്തോട്ട് കയറാം. എന്നിട്ട് ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലുമൊക്കെ പോവാം. ഇന്നലെ ഈ ബസ്സിൽ കയറിയിട്ടാണ് നമ്മൾ കുറ്റാലത്തോട്ട് പോയത്. ഇത് വടകര എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകുന്ന ബസ്സാണ് കേട്ടോ. കുറ്റാലം വഴി പോകുന്ന ബസ്സാണ്. വടകര എന്ന് പറയുന്ന സ്ഥലം വരെ ഒന്ന് പോയിട്ട് വന്നാലോ? വടകര അല്ല, വടകരൈ. എന്നെങ്കിൽ വടകരൈ വരെ പോയിട്ട് വരാം. അങ്ങനെ അതിമനോഹരമായിട്ടുള്ള സ്ഥലത്തൂടെ എല്ലാം ബസ്സിൽ വന്നതിന് ശേഷം ഇപ്പം വടകര എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്ന് ബസ് ഇറങ്ങിയിരിക്കുക കേട്ടോ. വടകരൈ. സത്യത്തിൽ കേരളത്തിലുള്ള വടകരയിൽ ഇതേവരെ പോയിട്ടില്ല. എന്തായാലും ബസ്സിൽ വടകരൈ എന്ന് പറഞ്ഞൊരു ബോർഡ് കണ്ടു. അപ്പോൾ ഇവിടം വരെ ഒന്ന് വന്നതേ ഉള്ളൂ. എപ്പോഴും ബസ്സൊക്കെ ഉള്ള സ്ഥലം കേട്ടോ ഇങ്ങോട്ട്. ഇവിടെ അടുത്തായിട്ടൊക്കെ തന്നെയാണ് തിരുമലക്കോവിൽ എന്നൊക്കെ പറഞ്ഞ സ്ഥലം ഉള്ളത്. അങ്ങനെ വടകരയിൽ ബസ് ഇറങ്ങിയിട്ട് കുറച്ച് ഫ്രണ്ടിലോട്ട് നടക്കുമ്പോഴത്തേക്കും ഇതേപോലത്തെ നല്ല ഭംഗിയുള്ള കടകളൊക്കെ കാണാം കേട്ടോ. ചെറിയ ചായക്കട, അങ്ങനത്തെ ഓരോരോ ചെറിയ ഓടിട്ട കെട്ടിടത്തിലും ഓരോരോ കടകളും ഹോട്ടലൊക്കെയാണ്. അങ്ങനെ എന്തായാലും ഈ വഴി കൂടെ ഒക്കെ നടക്കാൻ ഒരു പ്രത്യേക രസമുണ്ട് കേട്ടോ. പക്കാ തമിഴ്നാട് വൈബ്. തമിഴ്നാടിൻ്റെതായ ഒരു പഴയ ടൈപ്പ് കെട്ടിടങ്ങളൊക്കെ ഉണ്ടല്ലോ. പഴയ ഒരു പള്ളിയാന്ന് തോന്നുന്നു കേട്ടോ. ഇത് ഒരു പള്ളിയാണ്. അങ്ങനെ എന്തായാലും ഇതുവഴി കൂടെ ഒക്കെ ഇങ്ങനെ നടക്കാൻ കൊള്ളാം. ഇതാ ഒരു കൃഷിപ്പാടത്തോട്ട് പോകുന്ന ട്രാക്ടർ. എന്തായാലും നമുക്കിതാ ഈ വഴി കൂടെയൊക്കെ ഒന്നേ നടന്നിട്ട് വരാം. ഈ ഒരു വഴി കൊള്ളാം കേട്ടോ. കുറേ പക്കാ തമിഴ്നാട് വൈബ് വീടുകൾ. ഒരുപാട് ആൾക്കാർ താമസിക്കുന്നൊരു സ്ഥലമാണ് കേട്ടോ ഈ വടകര എന്ന് പറയുന്ന സ്ഥലം. ഞാൻ ആ ബസ് ഇറങ്ങിയ സ്ഥലത്ത് കണ്ടപ്പോഴത്തേക്കും വിചാരിച്ചു അത്ര വലിയൊരു സ്ഥലമായിരിക്കത്തില്ലെന്ന് വിചാരിച്ചു. കാര്യം വലിയ കടകളോ കാര്യങ്ങളോ ഒന്നും ഞാൻ ബസ് ഇറങ്ങിയ സ്ഥലത്തില്ലായിരുന്നു. ബസ് ഇറങ്ങിയിട്ട് കുറച്ച് ഉള്ളിലോട്ട് നടന്നു വന്നപ്പോഴത്തേക്കും ഒരുപാട് വീടുകളും വലിയൊരു സ്ഥലമാണ്. ഉള്ളിലോട്ടാണ് കൂടുതലും കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ കാണുന്നത്. കച്ചവടം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഈ മധുര, തെങ്കാശി അവിടെയൊക്കെ ഉള്ള ടൈപ്പ് അത്ര വലിയ കച്ചവടങ്ങളൊന്നും അല്ല. ചെറിയ ചെറിയ കച്ചവടങ്ങളും ചെറിയ കടകളൊക്കെയാണ്. അതിങ്ങനെ നടന്ന് വന്നപ്പോഴത്തേക്കും നാലും കൂടി ഒരു ചെറിയൊരു ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു പള്ളിയൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങോട്ട് നടന്നു പോകുന്നതും ഒരു പള്ളിയിലോട്ടുള്ള റോഡാണ്. ഇവിടെ കൂടുതലും മുസ്ലിം കമ്മ്യൂണിറ്റി കൂടുതലുണ്ട് കേട്ടോ. ഇതാ കണ്ടില്ല, ഇവിടെയൊക്കെ ഒരു ചായക്കട. വടയും ഉള്ളിവടയൊക്കെ റെഡി ആയിട്ടിരിക്കുവാണ്. വീണ്ടും കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് നടന്നു വരുമ്പോഴത്തേക്കും വേറൊരു പള്ളി കാണാം. അങ്ങനെ കുറച്ചധികം പള്ളികളുണ്ട് നമ്മൾ ഈ നടന്നു വരുന്ന വഴിയിലൊക്കെ. അതിവിടെയൊക്കെ ആയിട്ട് പച്ചക്കറി കട, ഫ്രൂട്ട്സ് കട, അങ്ങനത്തെ കടകളൊക്കെയാണ്. അത്യാവശ്യം എല്ലാ ടൈപ്പ് കടകളും ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ ഈ വടകര എന്ന് പറഞ്ഞ സ്ഥലം. ഇതാ കണ്ടില്ലേ, സൈക്കിൾ കടയായത്. കൊച്ചു പിള്ളേരുടെ സൈക്കിളൊക്കെ ഇരിക്കുന്ന കണ്ടില്ലേ. അങ്ങനത്തെ എല്ലാ ടൈപ്പ് കടകളും ഉണ്ട് ഇവിടെ. ഇവിടെ ഒരു കടയിലായിട്ട് പല കളർ ചതുരങ്ങൾ. സംഭവം എന്താണെന്ന് വെച്ചാലേ കൊച്ചു പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ്. ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നതായിട്ട് അങ്ങനത്തെ ചെറിയ കളികളെല്ലാം കളിക്കാം. ചോറും കൂട്ടാനൊക്കെ കളിക്കത്തില്ലേ, അതേപോലെ. ഇവിടെ ആയിട്ട് എൻ്റെ തമിഴ്നാട് വീഡിയോയിലുള്ള എല്ലാ വീഡിയോയിലും ഉണ്ട് ഈ ഒരു പൈപ്പ്. അങ്ങനെ ഞാൻ
ഒരു കറക്കം കറങ്ങി കേട്ടോ. ഏതൊക്കെ വഴി കൂടെ കയറി ഏതൊക്കെ വഴിയിലോട്ട് തിരിച്ചു വന്നിരിക്കുവാണ്. ഇനി തിരിച്ച് ഞാൻ ബസ് ഇറങ്ങിയ സ്ഥലമില്ലായിരുന്നോ, ആ ഒരു സ്ഥലം ലക്ഷ്യമിട്ടാണ് ഞാനിങ്ങനെ നടക്കുന്നത്. എന്തായാലും ദൈവം സഹായിച്ച് വലിയ വെയിലില്ല, ഒരു മഴയുടെ ഒരു അന്തരീക്ഷത്തിൽ കിടക്കുന്നതുകൊണ്ട് ഈ വഴി കൂടെ നടന്നിട്ട് വലിയ ക്ഷീണം തോന്നുന്നില്ല. അല്ലാതെ വെയിലുള്ള സമയത്തൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഊപ്പാട് വരും കേട്ടോ. അങ്ങനെ ഞാൻ ഏതൊക്കെയോ വഴിയിലൂടെ കയറിയിട്ട് ഇപ്പം ഞാൻ ബസ് വന്നിറങ്ങിയ സ്ഥലമില്ലായിരുന്നോ, ആ സ്ഥലത്ത് തിരിച്ചു വന്നിരിക്കുക കേട്ടോ. ദേ ഇങ്ങനെ കുറച്ച് നേരം ബസ്സിന് വെയിറ്റ് ചെയ്ത് നിന്നപ്പോഴത്തേക്കും ചെങ്കോട്ടയ്ക്ക് പോകുന്ന ബസ് വന്നു കേട്ടോ. ഇതിൽ കയറണോ അതോ ഇതിൽ കയറിയിട്ട് പൻപൊലി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങരുത്, എന്നിട്ട് തിരുമലക്കോവിലോട്ട് പോകാമായിരുന്നല്ലേ. എന്തെങ്കിലും ചെയ്യാം. അങ്ങനെ വടകര എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ബസ്സിൽ കയറിയിട്ട് ഇപ്പം പൻപൊലി എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്ന് ഇറങ്ങി കേട്ടോ. ഈ കാണുന്ന സ്ഥലമാണ് പൻപൊലി എന്ന് പറഞ്ഞ സ്ഥലം. ഇവിടെ നിന്ന് 3 കിലോമീറ്ററേ ഉള്ളൂ തിരുമലക്കോവിൽ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട്. ഈ പൻപൊലി എന്ന് പറഞ്ഞ സ്ഥലത്തും ഇവിടെ ഒരു ചെറിയൊരു അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു അമ്പലമാണ്. വടകരയിൽ നിന്ന് ഈ ഒരു പൻപൊലി എന്ന് പറഞ്ഞ സ്ഥലം വരെ വരുന്നതിന് ബസ് ടിക്കറ്റ് ചാർജ് 7 രൂപയുള്ളൂ കേട്ടോ. ഈ പൻപൊലി എന്ന് പറഞ്ഞ സ്ഥലത്ത് ATM കൗണ്ടറും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതാ ഷെയർ ഓട്ടോയൊക്കെ പോകുന്ന കണ്ടില്ലേ, അമ്പലത്തിലോട്ട് പോകുന്ന വണ്ടിയാണ് അത്. ഇതാ ഒരു ബസ് വരുന്നുണ്ട്. ചെങ്കോട്ട പൻപൊലി തിരുമലൈക്കോവിൽ. യെസ്, തിരുമലക്കോവിൽ പോകുന്ന ബസ്സാണ് വന്നത്. 29C. ഇതാ ബസ് കുറച്ച് ഫ്രണ്ടിലോട്ട് വന്നപ്പോഴത്തേക്കും ഉണ്ടല്ലോ ഇവിടെ ആയിട്ട് കുറച്ച് ആട്ടുംകൂട്ടങ്ങൾ. അങ്ങനെ നമ്മൾ തിരുമലക്കോവിൽ എന്ന് പറഞ്ഞ സ്ഥലത്തിന് അമ്പലത്തിന് അടിവാരം എത്തിയിരിക്കുവാണ്. ഈ ബസ്സിലാണ് ഞാൻ വന്നത്, 29C. ഇത് തിരിച്ചിനി തെങ്കാശിക്ക് പോവുക. നല്ല കാറ്റുണ്ട് കേട്ടോ. ആൽമരത്തിലെ ഇലകളെല്ലാം കാറ്റടിച്ച് പറക്കുന്ന കണ്ടില്ലേ. ഈ ഒരു സ്ഥലത്തൊക്കെ വെച്ചിട്ട് ഷൂട്ടിംഗ് നടന്നിട്ടുണ്ട്. അല്ലു അർജുൻ്റെ പുഷ്പയുടെ വല്ലി പാലുവണ്ടിയുടെ മുകളിലൊക്കെ കയറുന്ന ആ ഒരു സീനെല്ലാം ഈ ഒരു ആർച്ചിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തത്. ഇവിടെ നിന്ന് നടന്നു കയറാം കേട്ടോ, നടന്നു കയറാവുന്നതേ ഉള്ളൂ. പിന്നെ അല്ലാതെ ഓട്ടോയിലും വണ്ടിയിലൊക്കെ പോകാൻ പറ്റും മുകളിലോട്ട്. ഇവിടെ അതിൻ്റെ റേറ്റൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പട്ടിയുടെ ഹൈറ്റ് നോക്കേ, വേട്ടനായി. അത് വേട്ടനായി. ഇതാണ് തിരുമലക്കോവിൽ അമ്പലത്തിൻ്റെ ആർച്ച്. ഇവിടെ റേറ്റൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. വണ്ടി കയറി പോകുന്നതിൻ്റെ ചാർജ് എല്ലാവേ എഴുതിയിട്ടുണ്ട്. ഹിൽ ടോളുകൾ മലയാളത്തിലും എഴുതിയിട്ടുണ്ട്. വാനിന് 60 രൂപ, കാർ 50 രൂപ, ബൈക്കിന് 20 രൂപ. മുകളിലോട്ട് പോയ വാനെല്ലാം തിരിച്ചു വരുവാണ്. അങ്ങനെ ഈ മലയടിവാരത്തിലും മാങ്ങയുടെ ഒക്കെ കച്ചവടം കേട്ടോ കൂടുതലായിട്ടും ഉള്ളത്. ഇപ്പോഴും മാങ്ങ സീസൺ ആയതുകൊണ്ടേ നമ്മൾ വരുന്ന വഴിക്കെല്ലാം ഉണ്ട് മാങ്ങ കച്ചവടം. ഇത് കിലോ ആയിട്ട് കണക്കാക്കി വെച്ചിരിക്കുകയാണോ? ഞാൻ വിചാരിച്ച് ഇത്ര കിലോ എന്നും പറഞ്ഞ് തൂക്കിയിട്ടിരിക്കുമായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ അങ്ങനല്ല, ഡിസ്പ്ലേ ഇട്ടിരിക്കുക. എന്തായാലും കൊള്ളാം, പലതരം മാങ്ങകളുണ്ട്. ഇതാ ഇവിടെ ആയിട്ട് ക്ലോക്ക് റൂം എല്ലാം ഉണ്ട് കേട്ടോ. അവിടെ ആരെയും കാണുന്നില്ല. എനിക്ക് ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് ലഗേജ് ഒന്നും ഇല്ല, എന്നാലും ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇതാ ഇവിടെ ആയിട്ട് ഈ ഒരു മാല കൊള്ളാമല്ലോ. സാധാരണ ഈ അമ്പലങ്ങളുടെ ഫ്രണ്ടിലൊന്നും ഇങ്ങനത്തെ മാല കണ്ടിട്ടില്ല. പൂ വെച്ചിട്ടുള്ള മാലയാണ് സാധാരണ കാണുന്നത്. ഇതെന്ത് വെച്ചിട്ടുള്ളതായിരിക്കും? വെട്രിവേൽ. ഓ, വെട്രിവേർ മാലയാട്ടോ ഇത്. ഇതെങ്ങനെയാ വില? 500 രൂപയെ? ഓ, എന്തായാലും നമുക്ക് മുകളിലോട്ട് കയറാം. ചെരുപ്പ് ഇവിടെ എവിടെയെങ്കിലും ഇട്ടിട്ട് പോകണം. തിരിച്ചു വരുമ്പോഴത്തേക്കും ചെരുപ്പ് ഉണ്ടായിരുന്നാൽ മതിയായിരുന്നു. ആ ഒരൊറ്റ പ്രാർത്ഥനയേ ഉള്ളൂ. കുരങ്ങെടുത്തിട്ട് പോകും, അതാണ് പ്രശ്നം. ആൾക്കാരെടുക്കുന്നതല്ല. അങ്ങനെ ആ മണ്ഡപത്തിനകത്തോട്ട് കയറുമ്പോഴത്തേക്കും ഇവിടെ നിന്നാണ് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത്യാവശ്യം നടന്നു കയറാവുന്ന ഹൈറ്റേ ഉള്ളൂ കേട്ടോ. ഇത് കാണുമ്പോഴത്തേക്കും ഒരുപാട് വലിയ മല പോലെ തോന്നും, പക്ഷേ നമുക്ക് സിമ്പിളായിട്ട് നടന്ന് കയറാൻ പറ്റും. കാലുവേദന, മുട്ടുവേദന അങ്ങനെയുള്ളവരൊന്നും നടന്ന് കയറാൻ നിൽക്കരുത്, വണ്ടിയിൽ പോകുന്നതായിരിക്കും നല്ലത്. ഇവിടെ നമ്മൾ നടന്ന് മുകളിലോട്ട് കയറുമ്പോഴെല്ലാം ഇതേപോലത്തെ ചെറിയ ചെറിയ മണ്ഡപങ്ങളുണ്ട്. അതിലെല്ലാം സ്പീക്കർ വെച്ചിട്ട് അമ്പലത്തിൻ്റെതായ ഒരു മ്യൂസിക്കൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതാകണ്ടില്ല, ഇവിടെയൊക്കെ ഇരിക്കാനുള്ള സംവിധാനവും ഉണ്ട്. ഇങ്ങനെ നമ്മൾ നടന്ന് മുകളിലോട്ട് കയറുമ്പോഴത്തേക്കും ഒരു പകുതി എത്തുമ്പോഴത്തേക്കും ഇത് കൊള്ളാം. ഈ ഒരു സ്ഥലം നല്ല ഭംഗിയുള്ളൊരു സ്ഥലം. ഇതൊരു വ്യൂ പോയിന്റ് കേട്ടോ. ഇവിടെ നിന്ന് നല്ലൊരു വ്യൂ ആണ്. സഹ്യപർവ്വതം എല്ലാം എന്താ നല്ല പോലെ കാണാൻ പറ്റും. എന്തായാലും നല്ലൊരു ഫീലുണ്ട്. പാറയിൽ കൊത്തിയ പടിയൊക്കെ ഇങ്ങനെ നടന്ന് കയറാനേ കൊള്ളാം. കംപ്ലീറ്റ് പാറയിൽ കൊത്തിയതല്ല, കുറച്ചൊക്കെ കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നതും ഉണ്ട്. ഇതെല്ലാം കോൺക്രീറ്റാണ്, അല്ലാതെ പാറയും ഉണ്ട്. ഇതാ കണ്ടില്ലേ, ഇതെല്ലാം പാറയാണ്. അങ്ങനെ നമ്മൾ നടന്നതാ പാർക്കിംഗ് ഒക്കെ ഉള്ളിടത്ത് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ വണ്ടികളെല്ലാം പാർക്ക് ചെയ്യുന്നത്, ബൈക്കെല്ലാം പാർക്ക് ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ. ഇത് അങ്ങോട്ടായിട്ട് കാറും പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടം വരെയാണ് വണ്ടികൾ വരുന്നത്. എന്ന് വെച്ചാൽ ഏറ്റവും ടോപ്പിലെത്തി, ഇനി മുകളിലോട്ടൊന്നും കയറാനില്ല. ഈ സ്റ്റെപ്പ് അകത്തോട്ട് കയറുന്നത് അമ്പലമാണ്. ഈ അമ്പലം അത്യാവശ്യം ഉയരത്തിലാണ് നിൽക്കുന്നത്. ഇതിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോഴത്തേക്കും നല്ല വ്യൂ ആട്ടോ. ഒരുപാട് ദൂരെയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നല്ല നല്ല വലിയ വലിയ മലനിരകളും പിന്നെ നല്ല പച്ചയായിട്ട് ദൂരെയായിട്ട് കൃഷിപ്പാടങ്ങളെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. നല്ല ഭംഗിയാണ് എൻ്റെ മുകളിൽ നിന്ന് കാണാനേ. പിന്നെ ഈ അമ്പലത്തിൻ്റെ ചുറ്റുപാടും എല്ലാം ഞാൻ പറഞ്ഞില്ലേ, നമ്മളിങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്കും ഓരോ സ്ഥലങ്ങൾ കാണുമ്പോഴത്തേക്കും ഇതെവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നിങ്ങനെ തോന്നും കേട്ടോ.
ഒരുപാട് സിനിമകൾ ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. തമിഴ് സിനിമകളാണ് കൂടുതലായിട്ടും ഉള്ളത്. ഈ ഇടയ്ക്ക് ഏതോ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞെന്ന് പറഞ്ഞു കേട്ടോ. പക്ഷേ സിനിമയുടെ പേരൊന്നും ആളുകൾക്ക് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു. എല്ലാവർക്കും അറിയാവുന്നത് അല്ലു അർജുൻ്റെ പുഷ്പ എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിംഗ് നടന്ന കാര്യമാണ്. ആ സിനിമയുടെ പല പല രംഗങ്ങൾ ഈ അമ്പലത്തിൻ്റെ ചുറ്റുപാടുമായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അല്ലു അർജുൻ രശ്മികയുടെ പുറകെ നടക്കുന്ന സീനൊക്കെ ഉണ്ടല്ലോ, ആ ഒരു സീനെല്ലാം ഈ അമ്പലത്തിനടുത്തൊരു അമ്പലക്കുളമുണ്ട്, ആ കുളത്തിൻ്റെ പരിസരമൊക്കെ ആയിട്ട് വെച്ച് അത് ഷൂട്ട് ചെയ്തത്. അങ്ങനത്തെ പല പല സീനുകളുണ്ട് കേട്ടോ. പിന്നെ രശ്മിക മന്ദാനയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് പടി ഓടിക്കയറുന്നൊരു സീനൊക്കെ ഉണ്ട്. ആ ഒരു സീനൊക്കെ ഷൂട്ട് ചെയ്തതും ഈ ഒരു സ്റ്റെപ്പും പരിസരമൊക്കെ ആയിട്ടാണ്. നമുക്ക് ആ സിനിമയിലെ പാട്ട് കാണുമ്പോഴത്തേക്കും മനസ്സിലാവും ഈ ഒരു ലൊക്കേഷൻ. ഇതെവിടെയായിട്ട് നോക്കേ, വരയാടുകളെ പോലെ നിന്ന് കഴിക്കുന്നു. സാധാരണ വരയാടുകളെ ഇത്രയും കുന്നിൻ ചെരുവിലൊക്കെ നിന്ന് പുല്ലും പോച്ചയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് കാണുന്നത്. ഇത് വരയാടിനെക്കാട്ടി ഹെവി റിസ്ക് ആണല്ലോ എടുക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ അതിൻ്റെ കൊമ്പ് കാണാൻ. വരയാടിൻ്റെ കൊമ്പ് പോലെ തന്നെ ഉണ്ട് കാണാൻ ഏകദേശം. അങ്ങനെ നമ്മൾ മുകളിലെല്ലാം പോയിട്ട് കറങ്ങിത്തിരിഞ്ഞ് താഴെ വന്നു കേട്ടോ. കുറച്ചും കൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ താഴോട്ടെത്തും. പിന്നെ മുകളിലോട്ട് പോകാനും താഴോട്ട് വരാനെല്ലാം ബസ് സൗകര്യം എല്ലാം ഉണ്ട്. ചെറിയ മിനി ബസ്, ഇതോ ദൂരെ കാണുന്ന ആ ബസ്, അതിൽ 10 രൂപയേ ഉള്ളൂ. അതിവിടെ ബുക്ക് ചെയ്യാനുള്ള സംവിധാനമെല്ലാം ഈ അടിവാരത്തും ഉണ്ട്, അമ്പലത്തിൻ്റെ ഈ മലയുടെ മുകളിലും ഉണ്ട്. 10 രൂപ അങ്ങോട്ട് പോകുന്നതിനും 10 രൂപ തിരിച്ചു വരുന്നതിനും, അങ്ങനെ ആയിരിക്കാം ചാർജ്. എങ്ങനെയാണെങ്കിലും ലാഭം തന്നെയാണ്. അങ്ങനെ നമ്മൾ കയറിയ മെയിൻ ആർച്ചിൻ്റെ അടുത്ത് തിരിച്ചെത്തിയിരിക്കുവാണ്. ഞാൻ മുകളിൽ നിന്ന് കാണിച്ചപ്പോഴത്തേക്ക് അത്ര ക്ലിയർ ആയിട്ട് കണ്ടു കാണില്ലായിരിക്കാം. ഈ ബസ്സാണ് 10 രൂപ, ₹10 എന്നൊക്കെ പറഞ്ഞ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ബോർഡിൽ. അങ്ങനെ വളരെ കുറച്ച് നേരം നിന്നപ്പോഴത്തേക്കും എന്താ ഒരു തെങ്കാശിക്ക് പോകുന്നൊരു ബസ് വന്ന് നിർത്തിയിട്ടുണ്ട്. ഇതിൽ കയറി നമുക്ക് തെങ്കാശിയിലോട്ട് പോവാം. അങ്ങനെ നമ്മൾ തിരുമലക്കോവിലെല്ലാം പോയിട്ട് തിരിച്ചു വന്നു കേട്ടോ. തിരിച്ചു വന്നിട്ട് റൂമിൽ വന്നു, റൂമെല്ലാം വെക്കേറ്റ് ചെയ്തിട്ട് പുറത്തോട്ട് വന്നു കേട്ടോ. അങ്ങനെ തെങ്കാശി പഴയ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെ ബിരിയാണി കഴിച്ചു. മട്ടൻ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും 100 രൂപ ഉള്ളു കേട്ടോ. പക്ഷേ ബിരിയാണി അത്ര നല്ല ടേസ്റ്റ് ആയിട്ടൊന്നും തോന്നിയില്ല. പക്ഷേ കുഴപ്പമില്ല. ബിരിയാണി എല്ലാം കഴിച്ചിട്ട് ഇതാ ഇപ്പോൾ തിരിച്ച് തെങ്കാശി റെയിൽവേ സ്റ്റേഷനിലോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുക. ഏകദേശം പഴയ ബസ് സ്റ്റാൻഡിൽ നിന്ന് തെങ്കാശി റെയിൽവേ സ്റ്റേഷൻ വരെ 1 കിലോമീറ്റർ അത്രേ ഉള്ളൂ. ഞാൻ വീഡിയോ ആദ്യം പറഞ്ഞാന്ന് തോന്നുന്നു, മറന്നുപോയി എത്ര കിലോമീറ്റർ ആണെന്ന്. എന്തായാലും കുറച്ചേ ഉള്ളൂ, നടക്കാവുന്ന ദൂരേ ഉള്ളൂ. ഇവിടെ നിന്ന് 2:30 ഒരു ട്രെയിനുണ്ട്. ഞാനിങ്ങോട്ട് വന്ന ട്രെയിൻ തിരിച്ചു പോകുന്നതാണ് കേട്ടോ. അത് മധുരയിൽ പോയിട്ട് തിരിച്ചു പോകുന്നതാണ് ഞാനിപ്പോൾ പോകുന്ന ട്രെയിൻ. ഞാൻ ഇങ്ങോട്ട് വന്ന ട്രെയിനിൻ്റെ നമ്പർ 16328 എന്നായിരുന്നു. ഇനി ഇവിടെ നിന്ന് തിരിച്ചു പോകുന്ന ട്രെയിനിൻ്റെ നമ്പർ 16327. ഇത് മധുരയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഉച്ചയ്ക്ക് 11:30 11:20 ആ ഒരു സമയത്താണ്. ഇത് രാത്രി 7:30 ആ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്കും കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെത്തും കേട്ടോ. ഇത് കോട്ടയം വഴി ഗുരുവായൂർക്ക് പോകുന്ന വണ്ടിയാണ്. പിറ്റേന്ന് വെളുപ്പിനെ ഒരു 2 മണിയൊക്കെ അടുപ്പിച്ച് ഗുരുവായൂർ എത്തും കേട്ടോ. അപ്പോഴങ്ങനെയൊക്കെയാണ് ട്രെയിനിൻ്റെ ടൈമിംഗ്. ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നതിനും 50 രൂപ തന്നെ ടിക്കറ്റ് ചാർജ് ഉള്ളത്. ഞാൻ വെറുതെ പറയുമല്ല, വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു യാത്രയായിരുന്നു കേട്ടോ. കാര്യം ഇങ്ങോട്ട് വരുന്നതിന് 50 രൂപ ടിക്കറ്റ് ചാർജും റൂമിന് ഒരു 600 രൂപയും തിരുമലക്കോവിൽ അങ്ങനത്തെ കുറച്ച് യാത്രകൾക്കെല്ലാം കൂടെ ചേർത്ത് ഒരു 100 രൂപയായുള്ളൂ കേട്ടോ. ഫുഡിന് ഏകദേശം ഇന്നലെ രാത്രി കഴിച്ചത് 40 രൂപയായിരുന്നു. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് 70 രൂപ. പിന്നെ ഇന്ന് ഉച്ചക്കത്തെ ബിരിയാണി 100 രൂപ. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കേ, തുച്ഛമായിട്ടുള്ള പൈസ ആയിട്ടുള്ളൂ. അപ്പോഴെന്തായാലും വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു യാത്രയായിരുന്നു ഇന്നത്തെ യാത്ര. അപ്പോഴെന്തായാലും നടന്നതാ തെങ്കാശി റെയിൽവേ സ്റ്റേഷൻ അടുത്ത് എത്തിയിരിക്കുക കേട്ടോ. ഇപ്പം സമയം 2:15 ആയിട്ടുണ്ട്. 2:15 കഴിഞ്ഞു. 2:30 ട്രെയിൻ വരുന്നത്. എന്തായാലും നമുക്ക് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാം. എന്നിട്ട് ട്രെയിൻ കയറി നാട്ടിലോട്ട് വിടാം.